ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന വർക്ക് ഒന്ന് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക, ആവശ്യമെങ്കിൽ മാറ്റാം. പെട്രോളിൻ്റെ സ്മെല്ല് പറഞ്ഞിട്ടുണ്ട്, അതായത് പെട്രോൾ സ്മെല്ല് വന്നിട്ടുണ്ട്, എന്നാൽ പുറത്തേക്ക് ലീക്കേജ് കാണുന്നില്ല എന്നുള്ള രീതിയിൽ കംപ്ലയിൻറ്റ് പറഞ്ഞു. പിന്നെ വാട്ടർ സർവീസ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിലവിൽ നമ്മൾ പെട്രോളിൻ്റെ സ്മെല്ല് ചെക്ക് ചെയ്യാനായിട്ട് വേണ്ടി നമ്മൾ നോക്കി. അപ്പോൾ ശരിക്കും അതിൻ്റെ ഈ ഭാഗത്താണ് അതിൻ്റെ പ്രോബ്ലം. അതിൻ്റെ പെട്രോളിൻ്റെ ടാപ്പ് കംപ്ലയിൻ്റ് ഉണ്ട്. ടാപ്പ് കംപ്ലയിൻ്റ് ആയിട്ട് ലീക്ക് ആയേക്കാണ് കാണുക കേട്ടോ. അപ്പോൾ ശരിക്കും ആ പെട്രോളിൻ്റെ ടാപ്പും ആ രണ്ട് പൈപ്പുകളും, പെട്രോൾ പൈപ്പും വാക്യൂം പൈപ്പും കൂടി മാറ്റിയിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം ഓക്കെ ആയിക്കോളും. പിന്നെ നിലവിൽ പെട്രോൾ പിന്നെ വരാൻ സാധ്യതയുള്ളത് പെട്രോൾ ഓവർഫ്ലോൻ്റെ പ്രോബ്ലമാണ് വരാം. ഇപ്പോൾ നിലവിൽ വണ്ടിക്ക് ആ കംപ്ലയിൻ്റ് ഇല്ല. പിന്നെ ഇപ്പോൾ നിലവിൽ പെട്രോളിൻ്റെ ലീക്കുമായി ബന്ധപ്പെട്ട ആ സ്മെല്ലിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞത്. അപ്പോൾ അതിന് നമ്മളിപ്പോൾ അത് മാറ്റിയിട്ട് കഴിഞ്ഞാൽ റെഡി ആയിക്കോളും. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യണ ദിവസം പറഞ്ഞിട്ടുണ്ട്. എഞ്ചിൻ ഓയിൽ നമ്മൾ നോക്കി, അതിനകത്ത് നല്ല ഓയിലാണ്, ലെവല് കുറവോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ പറഞ്ഞേക്കുന്നത് വാട്ടർ സർവീസ് ചെയ്യാനാണ്. വാട്ടർ സർവീസ് ശരിക്കും രണ്ട് രീതിയിലാണ് നമുക്ക് വരാം. ഒന്ന് ബോഡി വാഷിംഗ് ആയിട്ട് വരും, അതായത് ഇപ്പം നമ്മളിത് ഇത് അഴിച്ചേക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ചെളിയുടെയൊക്കെ അവസ്ഥ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതിൻ്റെ ഉള്ളിലൊക്കെ നല്ല രീതിയിൽ ചെളിയുണ്ട്. സാധാ വാഷിംഗ് ആണെങ്കിൽ ബോഡി ഫുള്ളായിട്ട് സെറ്റ് ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ എന്ന് പറഞ്ഞാൽ പുറമേ നിന്നുള്ള ചെളി കൃത്യമായിട്ട് പൊക്കോളും. പക്ഷേ നമുക്ക് അതിൻ്റെ ഉള്ളിൽ മൊത്തം കവർ വെച്ച് അടച്ചേക്കണതുകൊണ്ട് ഉള്ളിലൊക്കെ ചെളി ഇതേപോലെ ആയിരിക്കും കേട്ടോ. അപ്പോൾ അതിന് വ്യത്യാസം വന്നത് ഇപ്പോൾ നമ്മൾ മറ്റേപാട് ബോഡി വാഷിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ബോഡി സെറ്റ് ചെയ്തതിന് ശേഷമുള്ള വാഷിംഗ് ആണെങ്കിൽ നമുക്ക് 150 രൂപയാണ് നമുക്കതിന് എമൗണ്ട് ചാർജ് ചെയ്യുക. പുറമെ സർവീസ് സ്റ്റേഷനിലാണ്, നമുക്കിവിടെ വാഷിംഗ് ഇല്ല, അവർ ചെയ്യുന്ന പൈസയാണ് 150 രൂപ. പക്ഷേ നേരെ മറിച്ച് നമ്മൾ ഇതേപോലെ അഴിച്ചിട്ടാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 180 രൂപയുടെ അഡീഷണൽ കൊടുക്കണം, 300 രൂപ നമുക്കതിന് ചാർജ് വരും. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫുള്ളായിട്ട് ചെളിയൊക്കെ പൊക്കോളും. എവിടെയെങ്കിലും തുരുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏത് രീതിയിലാണ് വാട്ടർ സർവീസ് ഏത് രീതിയിലാണ് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ടൊന്ന് പറയണം. അതനുസരിച്ചിട്ടാണ് നമുക്ക് വാഷിങ് ചെയ്യേണ്ടത് കേട്ടോ. ബോഡി ഫിറ്റ് ചെയ്തിട്ട് ചെയ്താൽ മതി, ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഇതേപോലെ മൊത്തം ചെളിയാണ്, അപ്പോൾ ഇതേപോലെ അഴിച്ച് ചെയ്യണമെങ്കിൽ ആ രീതിയിലും ചെയ്യാം, നോക്കിയിട്ട് പറഞ്ഞാൽ മതി. ഇപ്പോൾ ഞാൻ അതിനകത്ത് ഈ പെട്രോൾ ടാപ്പും അതിൻ്റെ 2 പൈപ്പ് ഉൾപ്പെടുത്തുന്നുണ്ട്. വാട്ടർ സർവീസിൻ്റെ കേസ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നോക്കിയിട്ട് അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. ആ എസ്റ്റിമേറ്റ് അടക്കം ഓപ്പൺ ഞാനിപ്പോൾ മൊത്തത്തിൽ അഴിച്ച് കഴുകുന്ന രീതിയിലുള്ള എസ്റ്റിമേറ്റാണ് ഇടണേ. 300 രൂപയുടെ വാഷിങ്ങാണ് ഉൾപ്പെടുത്തുന്നത്. അത് വേണ്ടാന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്കത് ഒഴിവാക്കാം. അപ്പോൾ അതിനകത്ത് 150 രൂപ മൈനസ് ചെയ്താൽ മതി. അതടക്കമുള്ള എസ്റ്റിമേറ്റ് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. വർക്ക് അതനുസരിച്ച് നമുക്കൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കാം. ഓക്കെ.